ഷെഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2023-24 സീസണിലെ FA കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്തവണത്തെ FA കപ്പ് കിരീടം നേടിയിരുന്നു. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഒക്കെ ഒരു മികച്ച പ്രകടനം കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു. പരിക്കിന്റെ പിടിയിലായിരുന്നു അദ്ദേഹം ദീർഘകാലമായി. കളത്തിലിറങ്ങുന്നു, വീണ്ടും പരിക്ക് വരുന്നു. യുണൈറ്റഡിന് വേണ്ടി ഈ സീസണിൽ അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ ഒരു 10-11 മത്സരം കളിക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ആ ഒരു മത്സരം കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. മികച്ചൊരു താരം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ടെന്നാഗിനൊക്കെ അദ്ദേഹത്തിന്റെ ഒരു അസാന്നിധ്യം ഈ സീസണിൽ കാര്യമായി ബാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ സീസണിൽ മികച്ച സ്ക്വാഡുമായാണ് യുണൈറ്റഡ് കളത്തിലിറങ്ങിയിരുന്നെങ്കിൽ ഈ രീതിയിലൊന്നും ആയിരുന്നില്ല അവരുടെ റിസൾട്ട്. ഈ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയെങ്കിലും നേടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. എന്തായാലും ലിസാൻഡ്രോയുടെ ഒരു മികച്ച പ്രകടനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വരാനിരിക്കുന്ന സീസണിൽ, അതുപോലെ വരാനിരിക്കുന്ന കോപ്പ അമേരിക്കയിലും അർജന്റീനയ്ക്കും ഒരു ആശ്വാസം പകരുന്ന വാർത്തയാണ്. എന്നാലും ലയണൽ സ്കലോണിക്ക് ഈ ഒരു കോപ്പ അമേരിക്കയിൽ ഏറ്റവും മികച്ച പ്രതിരോധം അണിനിരത്തുമ്പോൾ റൊമേറോയുടെ കൂടെ ലിസാൻഡ്രോ മാർട്ടിനസിനെ കൂടെ ഈ കോപ്പ അമേരിക്കയിൽ ലയണൽ സ്കലോണിക്ക് ഒരു കരുത്താർജിക്കുന്ന ഒരു പ്രതിരോധം തന്നെയായിരിക്കും അർജന്റീനക്കും. അത് മാത്രമല്ല, വരും സീസണിലേക്കുള്ള ടെന്നാഗ് യുണൈറ്റഡിൽ തുടരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും ടെന്നാഗാണ് തുടരുന്നതെങ്കിൽ വരാനിരിക്കുന്ന സീസണിൽ ലിസാൻഡ്രോ മാർട്ടിനസിനൊക്കെ അദ്ദേഹത്തിന് പൂർണ്ണമായും വരും സീസണിൽ മുഴുവൻ മത്സരങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്തായാലും ഒരു മികച്ച പ്രകടനം, അല്ലെങ്കിൽ വരും സീസണിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ലിസാൻഡ്രോ തിരിച്ചെത്തിയിരിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും അർജന്റീനക്കും ഒക്കെ ആശ്വാസം പകരുന്ന വാർത്തയാണ്. എന്തായാലും കോപ്പ അമേരിക്കയിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഒരു മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.